ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ സംസ്ഥാന ബിജെപിയിൽ എന്തു മാറ്റങ്ങൾക്കാണ് സാധ്യത? ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തുകയാണ്. ശ്രീജിത്ത്, കേൾക്കാമോ? ശ്രീജിത്ത് പണിക്കർ, കേൾക്കാമോ? രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി എത്തുമ്പോൾ സംസ്ഥാന ബിജെപിയിൽ എന്തു മാറ്റങ്ങൾക്കാണ് സാധ്യത? ശ്രീജിത്ത്, സ്മൃതി, ഒരുപക്ഷെ പ്രതീക്ഷിക്കപ്പെട്ട പേരുകളല്ല ഇപ്പോ സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് അവർ പരിഗണിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ വെളിവാക്കുന്നത് ഒരുപക്ഷെ ഇവിടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു തീരുമാനമാണ് നടപ്പാക്കപ്പെടുന്നത് എന്നാണ്. കാരണം സംസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നോമിനേറ്റ് ചെയ്യുന്നതിനോ അതിനുവേണ്ടി റൂട്ട് ചെയ്യുന്നതിനോ ഉള്ള അധികം നേതാക്കന്മാരോ രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റുകളോ ഇവിടെ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിലേക്കുള്ള ബിജെപിയുടെ ഭാവി പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനായിട്ട് ഒരു പുതിയ ആൾ വരണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു താല്പര്യം കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായതുകൊണ്ട് തന്നെയാവും അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വരുന്ന സമയത്ത് കൺവെൻഷനലി നമ്മൾ കേട്ടിട്ടുള്ള ചില വിമർശനങ്ങൾ, അദ്ദേഹം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, കേരളത്തിലുള്ള ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും തുടങ്ങിയ പല വിമർശനങ്ങളും നമ്മൾ ഇതിനു മുമ്പും അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് പോലും നമ്മൾ കേട്ടിരുന്നതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് താഴെ തട്ടിലുള്ള ജനങ്ങളുടെ പിന്തുണ തനിക്ക് കിട്ടാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യവും ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ കോസ്റ്റൽ ഏരിയ ബിജെപിക്ക് എല്ലാ സമയത്തും ബാലികറാമലയായിരുന്ന കോസ്റ്റൽ മേഖലയിൽ കോവളം, നെയ്യാറ്റിൻകര അടക്കമുള്ള സ്ഥലങ്ങളിൽ CPIയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താഴെ തട്ടിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക്, വിവിധ തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ തന്നെ ബിജെപിയുടെ ഒരു സ്വാധീനം കൂടി വളർത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയും എന്ന് അദ്ദേഹം തെളിയിച്ചയാളാണ്. പിന്നെ മറ്റെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളുടെ ഒന്നും തന്നെ ബാഗേജ് ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സമുദായവുമായിട്ട് അദ്ദേഹം ഇനി ഇടപെടുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്റെ പ്രസ്താവനകളുടെ ഒരു ബാഗേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ക്ലീൻ സ്ലേറ്റിൽ ഒരു ബന്ധം ആരംഭിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ സാധിച്ചേക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഫിസ്റ്റിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് കോർപ്പറേറ്റ് ഔട്ട്ലുക്ക് ഉള്ളയാൾ, ഈ നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യത ഒരുപക്ഷെ യുവാക്കളുടെ ഇടയിലും ബിജെപിയുടെ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരു പേഴ്സണൽ ചാലഞ്ച് ആണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന നേതൃത്വം ഇവരുടെ ഈ ജില്ലാ നേതൃത്വത്തിനെ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിലെല്ലാം തന്നെ നിലവിലുള്ള സ്റ്റേറ്റ് ലീഡേഴ്സിനോട് ലോയൽറ്റി ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഉള്ളത്. രാജീവ് ചന്ദ്രശേഖറിന് ലോയലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ ഇല്ല. അപ്പൊ അദ്ദേഹം ഒരു നയം സ്വീകരിക്കുകയും അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഈ ജില്ലാ ഘടകങ്ങളുടെ നേതൃത്വം അദ്ദേഹത്തിനോട് സഹകരിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് അവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് പാർട്ടിയുടെ ഒരു ചാലഞ്ച് എന്നതിനേക്കാൾ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ ഒരു പേഴ്സണൽ ചാലഞ്ച് ആയിട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീജിത്ത്. ഇപ്പോൾ കുമ്മനത്തെ കൊണ്ടുവരുമ്പോഴും ആ നിലയ്ക്കൊരു ബുദ്ധിമുട്ട് കുമ്മനം നേരിട്ടിരുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാകാതിരുന്ന കുമ്മനത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ഒരൊറ്റ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പുതിയ പേര് വരുന്നു, പക്ഷെ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന പേരിനൊപ്പം കൂടെ നിൽക്കാൻ എത്രത്തോളം നേതാക്കൾ തയ്യാറാകുന്നു എന്നതും പ്രധാനപ്പെട്ട പ്രശ്നമായി വരുമല്ലോ. അത് അതേ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ രാജീവ് ചന്ദ്രശേഖറും അനുഭവിക്കേണ്ടി വരില്ലേ? ാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച്. അല്ലാതെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ട്. അപ്പൊ അതിൽ രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാകാനില്ല. അത് ഏത് നേതാവാണെങ്കിലും അത് ആ രീതിയിൽ തന്നെ കേന്ദ്രം തീരുമാനിക്കുന്നതിനനുസരിച്ച് ആ ഒരു ലൈൻ പിടിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു ചാലഞ്ച് ഇല്ല. പക്ഷേ ഈ ആൾക്കാരെ എങ്ങനെ അതിലേക്ക് കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളിടത്താണ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ ഓരോ ജില്ലാ നേതൃത്വവും എത്രത്തോളം പിന്തുണയ്ക്കുന്നുണ്ട്, അവരുടെ മേൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീന ശക്തി ഉണ്ടാകും എന്നതൊക്കെ ഒരു പേഴ്സണൽ കപ്പാസിറ്റി അദ്ദേഹം തെളിയിക്കേണ്ടി വരുന്നത് അവിടെയാണ്. ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, BJPയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ പന്തളത്താണെങ്കിലും പാലക്കാട്ടാണെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കുക മാത്രമല്ല, ഇവിടെയുള്ള ഭരണപരമായിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഈ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം, ഇതിനെയെല്ലാം മനസ്സിലാക്കി എല്ലാവരെയും ഓൺ ബോർഡ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫോർമുലയൊക്കെ തന്നെ കൊണ്ടുവരിക. പിന്നെ 2 തവണയായിട്ട് തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷനിൽ BJP ഏതാണ്ട് 10-35 സീറ്റുകൾക്ക് അടുത്ത് വരുന്നു എന്നതിനപ്പുറത്തേക്ക് വിന്നബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി അദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ അത് ഇവരുമായിട്ടെല്ലാം തന്നെ സുദീർഘകാലത്തെ ഒരു ബന്ധത്തിന് ശേഷമല്ല
അദ്ദേഹം ഇത്തരം തീരുമാനങ്ങൾക്ക് പോവുക. അപ്പോൾ അദ്ദേഹം ആരുടെ തീരുമാനങ്ങൾക്ക് സ്വാധീനിക്കപ്പെടാം, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എത്രത്തോളം കൺവിക്ഷനോടുകൂടി അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിയും എന്നതൊക്കെ തന്നെ ഒരു പേഴ്സണൽ ചാലഞ്ചാണ്. ഇതിന്റെയൊക്കെ റിസൾട്ട് വരിക എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ വർഷാവസാനമൊക്കെ തന്നെ നടക്കേണ്ട കാര്യമാണ്. അതിനെ തുടർന്ന് തന്നെ കൂടുതൽ ചർച്ചകളോ വിവാദങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാവുകയാണ് എങ്കിൽ സംസ്ഥാനത്തേക്കുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനകം എത്രത്തോളം രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റുകളെ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അവരെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് പ്രസക്തമെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. തീർച്ചയായും വലിയ വെല്ലുവിളികളാണ് രാജീവ് ചന്ദ്രശേഖരനെ കാത്തിരിക്കുന്നതെന്നാണ് ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ വിലയിരുത്തുന്നത്.